والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ആദരവായ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഗീതങ്ങൾ കൊണ്ടും വിജ്ഞാനം വിതറുന്ന ഒത്തിരി പ്രഭാഷണങ്ങൾ കൊണ്ടും അനുഗ്രഹീതമായ വേദിയിൽ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ എന്ന വിശ്വാസ പ്രസക്തമായ വിഷയം കൊണ്ട് നിങ്ങളുടെ മുൻപിൽ എഴുന്നേൽക്കാൻ തൗഫീഖ് നൽകിയ നാഥനായ അല്ലാഹുവിനെ ഞാൻ ഒരിക്കൽ കൂടി വാഴ്ത്തുന്നു. അൽഹംദുലില്ലാഹ്. ഈ പരിശുദ്ധമായ വചനത്തിലൂടെ അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല അല്ലാഹു തആല വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ആരുടെങ്കിലും മാതാപിതാക്കൾക്ക് വാർദ്ധക്യം ബാധിച്ചാൽ, വാർദ്ധക്യം സഹജമായ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് അവർക്ക് മുഷിപ്പുണ്ടാകുന്ന വല്ലതും നിങ്ങളിൽ നിന്ന് സംഭവിച്ചാൽ, ആ മുഷിപ്പുണ്ടാകുന്നതിൽ ഏറ്റവും നിസാരമായത് ചെയ്യുന്ന വാക്കുപോലും പറയാൻ പാടില്ല. മാത്രമല്ല വിനയത്തിന്റെയും കാരുണ്യത്തിന്റെയും വിഷയങ്ങൾ അവർക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം. എന്നിട്ടും അവസാനിപ്പിക്കാതെ അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. മനുഷ്യ, നിന്റെ ജീവിതകാലം മുഴുവനും അവർക്ക് നീ സേവനം ചെയ്താൽ തന്നെയും നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് കരുണ കാണിച്ചതിന്റെ ഒരു അംശം പോലും ആവുകയില്ല. അതിനാൽ തന്നെ നമ്മൾ എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യേണ്ടത്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അർഹമരാജ സയ്യിദായ അല്ലാഹ്, ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കാണിക്കണേ അല്ലാഹ്. ഇന്ന് നമ്മൾ 5 വക്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്നും നമ്മൾ ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്, ഞാൻ എന്നും ദുആക്കാറുണ്ട്. ഞാൻ പകത്തി പറയുകയില്ല. അൽഹംദുലില്ലാഹ്, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇനിയും ധാരാളം ആയത്തുകൾ മാതാപിതാക്കളെ കുറിച്ച് വിവരിക്കുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിലും അവിടുത്തെ സഹാബത്ത് കിറാമിന്റെ ചരിത്രങ്ങളിലും മാതാപിതാക്കളെ കുറിച്ച് നിരവധി പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെ പ്രസിദ്ധനായ സഹാബിയായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഈ സംഭവം പറഞ്ഞ് വിശാലമായ വിഷയത്തെ വളരെ ചുരുക്കിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. സഹാബകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനുള്ള സന്നദ്ധ അറിയിക്കുമ്പോൾ സഹാബകളിലെ കൂട്ടത്തിൽ എല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനുള്ള സന്നദ്ധ അറിയിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു സഹാബി വരികയും പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, എനിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് നബിയേ. എനിക്ക് അള്ളാഹുവിന്റെ പാരത്തിന് വിജയം ലഭ്യമാക്കണേ നബിയേ. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? അതേ റസൂലേ, എന്റെ മാതാപിതാക്കൾ 2 ജീവിച്ചിരിപ്പുണ്ട് റസൂലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, നീ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മെ ഓരോരുത്തരെയും ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നത്